Good afternoon. Okay, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന്റെ അതിനെതിരായിട്ടുള്ള പ്രിവെന്റീവ് മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പ്രിവെൻഷൻ എന്നുള്ളത് ഇതൊക്കെയായിരുന്നു പറഞ്ഞേ. സാനിറ്റേഷൻ പറഞ്ഞു, ദെൻ സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ് അല്ലെ. നാലിലല്ലേ പറഞ്ഞു നിർത്തിയിട്ട് ഹാൻഡ് വാഷിംഗ് വരെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അഞ്ചാമത്തെ PPE ആണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. PPEയുടെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചിട്ടില്ലേ? എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തിട്ടേക്ക. എക്സ്പാൻഡ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, PPE consists of items such as gloves, gown, mask and eyewear used to make blockades. Blockades എന്ന് പറഞ്ഞാൽ തടസ്സം. Blockades, തടസ്സം. That protect skin, clothing, mucous membrane and respiratory tract from infectious agent. നമ്മള് PPEയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഗ്ലൗസുകള്, നമ്മൾ കയ്യിലെടുത്ത ഗ്ലൗസ് ഇല്ലേ, ഗ്ലൗസ്, ഗൗൺ, മേൽക്കുപ്പായം, ഗൗണുകള്, മാസ്കുകള്, ഐവെയർ. ഐവെയർ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണട, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കണ്ണടകള്. ഇതെല്ലാം നമ്മൾ PPEയിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, PPEയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഏതൊക്കെയാണ്? ഗ്ലൗസ് വരുന്നുണ്ട്, ഗൗൺ വരുന്നുണ്ട്, മാസ്കുകൾ വരുന്നുണ്ട്, ഐവെയർ. ഇതെല്ലാം PPEയിൽ വരുന്നതാണ്. അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. PPE consists of items such as gloves, gowns, mask and eyewear used to make. ഇതെന്താ ചെയ്യുന്നേ? Make blockades. ഒരു തടസ്സം ഉണ്ടാക്കുകയാണ്. That protect the skin. നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്ന കാര്യം. അത് നമ്മുടെ ക്ലോത്തിങ്, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞ എന്താ? ശ്ലേഷ്മപാളി. ഇപ്പൊ നമ്മുടെ ഇത് ഇപ്പൊ മാസ്ക് വെക്കുമ്പോൾ നമുക്ക് വായിലേക്ക് അല്ലെങ്കിൽ മൂക്കിലേക്കൊക്കെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരാതെ, അല്ലെങ്കിൽ ആ ഏജന്റ്, ഇൻഫെക്ഷസ് ഏജന്റ് നമുക്ക് കടക്കാതെ, മൈക്രോബ്സ് ഒക്കെ വരാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റും. ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മൾ ശ്വസനം, റെസ്പിറേറ്ററി ട്രാക്റ്റില് ഒക്കെ നമുക്ക് എന്താ ഇത് ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ മാസ്ക് ധരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇൻഫെക്ഷസ് ഏജന്റ് ഒന്നും നമ്മുടെ വായിൽ കൂടിയോ അല്ലെങ്കിൽ മൂക്കിലൂടെയോ ഒന്നും റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് നമുക്ക് കടക്കില്ല. അപ്പൊ അതിനെയൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് തടസ്സം ചെയ്യുന്ന കാര്യങ്ങളാണ് PPE എന്ന് പറയുന്നത്. ഓക്കെ, PPE കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം ഏതൊക്കെ ഐറ്റംസ് ആണ് PPEയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഗ്ലൗസ് ഉണ്ട്, ഗൗൺ ഉണ്ട്, മാസ്ക് ഉണ്ട്, ഐവെയർ, കണ്ണടകളുണ്ട്. അതെന്താ? നമുക്ക് നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ക്ലോത്തിനെ, മ്യൂക്കസ് മെംബ്രെയിന്, റെസ്പിറേറ്ററി ട്രാക്ട്, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻഫെക്ഷസ് ഏജന്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നത്, സംരക്ഷണം നൽകുന്നു. ഇനി അടുത്തതാണ് ഗ്ലൗസ്. ഇപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ നമ്മൾ പറഞ്ഞു, അതൊന്നുകൂടി പറഞ്ഞേക്കാണ് ഗ്ലൗസിന്റെ കാര്യം. വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഗ്ലൗസ് പ്ലേ എ പിവോട്ടൽ റോൾ ഇൻ പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ്. അവിടെ ഒരു വേർഡ് മിസ്സാണ്, അതൊന്ന് എഴുതി ചേർക്കാം കേട്ടോ. അവിടെ റോൾ ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഹാൻഡ് വാഷിംഗ്, ഈ ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനെ കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ, അതിന്റെ ഒരു സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കൈയിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഹാൻഡ് വാഷിംഗ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അവിടെ ഗ്ലൗസുകളും ഉപയോഗിക്കാം. ഓക്കെ, പിവോറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് മീനിങ്. പിവോറ്റൽ, ഇമ്പോർട്ടന്റ്. Beside hand washing, gloves play a pivotal role. അപ്പൊ ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും ഈ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ എഴുതി ചേർക്കാം കേട്ടോ. പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്
ട്രാൻസ്മിഷൻ ചെയ്യുന്നത് കുറയ്ക്കാൻ ഈ ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസിനും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോ നമ്മൾ ഗ്ലൗസുകളൊക്കെ ഉപയോഗിച്ചില്ലേ അല്ലെ? അങ്ങനെ അപ്പൊ നമ്മൾ നേരിട്ട് അതിൽ ആ ഒരു സർഫസിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൈയിലേക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൗസുകൾ ധരിക്കാം. അപ്പൊ ഇൻഫെക്ഷൻസ് ഏജൻസിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് പിവോറ്റൽ എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും എന്തിനാ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനാ? മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ആറാമത്തെ അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. അപ്പൊ ഇത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാം, മുൻകരുതലുകൾ എടുക്കാം. അതിന് നമുക്ക് മൂന്നെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ പ്രിക്കോഷൻസിൽ എയർബോൺ പ്രിക്കോഷൻസ് ഉണ്ട്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ഉണ്ട്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഉണ്ട്. അതായത് എയറിൽ കൂടെ വരുന്ന ഏജൻസ് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, അതാണ് എയർബോൺ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, കോണ്ടാക്റ്റിൽ കൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം. നോക്കിയേ, എയർബോൺ പ്രിക്കോഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് നോക്കിയേ, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. അപ്പൊ ആ ഒരു പേഷ്യന്റിന് നമുക്ക് എന്താ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. അവരെ പ്രത്യേകം മാറ്റി ഇരുത്താം. അതായത് ഒരു ഇൻഡിവിജ്വൽ അവർക്ക് മാത്രം ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കാം. അപ്പൊ മറ്റുള്ള ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. അതിന് എന്ത് വേണം? വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, നല്ല വെന്റിലേഷനോട് കൂടിയ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. കൺസിസ്റ്റ് ഓഫ് വെയർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ, ഡോർ ക്ലോസ്ഡ്. അപ്പൊ ഡോർ ക്ലോസ് ചെയ്തിടുമ്പോ എന്താ ഒരു നെഗറ്റീവ് പ്രഷർ ആണ് അല്ലെ? അപ്പൊ അതിലൊക്കെ അടച്ചിട്ട് കഴിയുമ്പോ നമുക്ക് വീട്ടിലാണെങ്കിൽ ജനൽ വാതിലും ഒക്കെ അടച്ച ഒരു മുറിയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഒരു നെഗറ്റീവ് പ്രഷറാണ് അവിടെ. അപ്പോ എന്ത് ചെയ്യാം? അതിന് ഇത് ഡോറൊക്കെ അടച്ചിടുമ്പോൾ നമുക്ക് വായു ഒക്കെ കിടക്കാനായിട്ട് നല്ലൊരു വെന്റിലേഷൻ കൊടുക്കണം. അപ്പൊ വെന്റിലേഷനോട് കൂടിയ ഒരു ഇൻഡിവിജ്വൽ റൂം പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത് നോക്കി, ഹൈലി എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫുകള് എന്ത് ചെയ്യണം? മാസ്ക് ധരിക്കണം. അപ്പൊ അവരിൽ കൂടെ ആ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരൂലല്ലോ. രണ്ടാമത്തെ ഒരു ചാൻസ് ആണ്. എയറിൽ കൂടെ വരുന്ന ഇൻഫെക്ഷനെ നമുക്ക് തടയാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം. ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞേ? ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം അല്ലെ? അവരെ പ്രത്യേകം താമസിപ്പിക്കാം. വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, ഒരു സഫിഷ്യന്റ് നല്ല വെന്റിലേഷനോട് കൂടിയ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. രണ്ടാമത്തേല് പറഞ്ഞേക്കുന്നത് ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫുകൾക്ക് നല്ല എഫിഷ്യൻസിയിലുള്ള ഹൈ എഫിഷ്യൻസി മാസ്കുകൾ ധരിക്കാം. ഓക്കെ, N95 പോലുള്ള നല്ല മാസ്കുകൾ ധരിക്കാം. അടുത്ത നോക്കി, മൂന്നാമത്തെ പോയിന്റ്, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ കൺഫൈൻഡ് റൂം. കൺഫൈൻഡ് ഒരു പരിമിതമായ പേഷ്യന്റിനെ എങ്ങനെയാ ഒരു പരിമിതമായ മുറിയിൽ താമസിപ്പിക്കാം. അവർക്ക് ഒരു പേഷ്യന്റിന് കിടക്കാനായിട്ട് വലിയ റൂമൊന്നും വേണ്ടല്ലോ. അവരൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ എയർബോൺ പ്രിക്കോഷൻസിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം, ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ആ സ്റ്റാഫ് ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആ സ്റ്റാഫുകൾ അത് ധരിക്കണം. പിന്നെ പേഷ്യന്റിന്റെ ആ മൂവ്മെന്റ് അവരെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കുക. വേറെ ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാത്ത രീതിയിൽ അവരൊരു പരിമിതമായ മുറിയിൽ താമസിപ്പിക്കാം. ഈ രീതിയിൽ എയർബോൺ പ്രിക്കോഷൻസ് നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത നോക്കിയ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. അപ്പൊ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയുന്നതിന് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? ഫസ്റ്റ് പോയിന്റ് ആദ്യം പറഞ്ഞത് തന്നെയാണ്, എന്താ? സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഈഫ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. അവരെ വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നിർത്താം അവരെ.
അടുത്തത് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അവിടെ ഒരു കാര്യം കൂടി എഴുതി ചേർക്കുക കേട്ടോ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നില്ല, സ്റ്റാഫുകളൊക്കെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് എന്ന് വെച്ചാൽ എന്താ? സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടി നോട്ട് എ ഗോസ് മാസ്ക്, നെയ്ത മാസ്കുകളല്ല, അതായത് തുണിയുടെ നെയ്തെടുത്ത മാസ്കുകളല്ല, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെൽപ്പ് ടു ബ്ലോക്ക് ദ ലാർജ് പാർട്ടിക്കിൾ ഡ്രോപ്ലെറ്റ്സ് വെച്ചാൽ വലിയ ഈ ഡ്രോപ്സിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള നല്ല മാസ്കുകളാണ് സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ എന്ന് പറയുന്നത്. അത് അവിടെ പ്രത്യേകം ബ്രാക്കറ്റിൽ പറഞ്ഞിട്ട് നോട്ട് എ ഗോസ് മാസ്ക്, നെയ്തെടുത്ത മാസ്കുകളല്ല, അല്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് മാസ്കുകൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ധരിക്കണം, അവർ ഉപയോഗിക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റില് പേഷ്യന്റ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾ. പേഷ്യന്റിന്റെ മൂവ്മെന്റ് നമ്മൾ ലിമിറ്റ് ചെയ്യണം, കൺട്രോൾഡ് ആക്കണം. പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she leaves the room. പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ, പേഷ്യന്റിന് എന്ത് നിർദ്ദേശം കൊടുക്കണം? ഈ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകള് ധരിക്കാൻ പറയണം whenever he or she leaves the room. അഥവാ റൂമിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിനോട് നല്ല സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കാനുള്ള ഒരു നിർദ്ദേശം പേഷ്യന്റിന് കൊടുക്കണം. അപ്പൊ വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷന് നമുക്ക് എന്താ പറയാ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. 3 പോയിന്റ്സ് ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ക്ലിയർ അല്ലേ? സെപ്പറേറ്റ് റൂം കൊടുക്കാം, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ധരിക്കാം, പിന്നെ പേഷ്യന്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ ആക്കണം. എന്നുവെച്ചാൽ വേറെ ഒന്നും അധികം ഒന്നും പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാൻ അനുവദിക്കരുത്. ഇനി ബൈ ചാൻസ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോഴേ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ, നല്ല സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകള്, നല്ല മാസ്കുകൾ N95 പോലുള്ള നല്ല മാസ്കുകൾ അവര് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ധരിക്കണം. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഈ കോണ്ടാക്റ്റിൽ കൂടെ നമ്മള് ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും, അതിനെതിരെ നമുക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കാൻ പറ്റും? ഫസ്റ്റ് പോയിന്റ് ആദ്യം പറഞ്ഞത് തന്നെയാണ്, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഈസ് അവൈലബിൾ. സെപ്പറേറ്റ് റൂം കൊടുക്കണം. അപ്പൊ വേറെ ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ചെയ്യാത്ത രീതിയിൽ സെപ്പറേറ്റ് റൂം കൊടുക്കണം. രണ്ടാമത് നോക്കിയേ, സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എൻറ്റർ ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റാഫുകൾ എന്ത് ധരിക്കണം? വിയർ ഗ്ലൗസ്. അവര് ഗ്ലൗസ് ധരിക്കും. അപ്പൊ വേറെ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരൂല്ല. അവിടെ ഒരു നമുക്ക് എന്താ ഗ്ലൗസ് ഉണ്ട്. അപ്പൊ എന്താ ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റാഫുകള് ഗ്ലൗസുകൾ ധരിക്കണം. സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ during patient contact or contact with the contaminated surface or material. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്ലൗസുകൾ ധരിക്കാൻ പറഞ്ഞു. പിന്നെ അടുത്ത സ്റ്റാഫ് എന്താ? ഷുഡ് വോൺ ഡ്യൂറിങ് വിയർ എ ഗൗൺ. സ്റ്റാഫുകള് എന്ത് ചെയ്യാ? ഗൗണ് ഫുള്ള് കവർ ചെയ്ത കോട്ട് പോലെയല്ലേ ഗൗണുകൾ ധരിക്കാൻ. ഡ്യൂറിങ് ദ പേഷ്യന്റ് കോണ്ടാക്ട്, പേഷ്യന്റിന് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസോ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു അവസരത്തില് സ്റ്റാഫുകള് ഗൗൺ ധരിക്കണം. Okay, next point, before and after contact with the patient, wash hands properly. In അടുത്തൊരു കാര്യം, before and after contact with the patient, പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപും കോണ്ടാക്ട് ചെയ്തതിനു ശേഷവും കൈകള് നന്നായിട്ട് കഴുകുക. Before and after contact with the patient, wash hands properly. Proper ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കൈകൾ കഴുകുക, പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും ശേഷം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സെക്ഷനിൽ വരുന്നുണ്ട്, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കൈ കഴുകേണ്ട ശരിയായ രീതികൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ്, വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. ഇനി നെക്സ്റ്റ്, ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം.
എന്താ പേഷ്യന്റിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യണം, പരിമിതപ്പെടുത്തണം. നമുക്ക് പുറത്തേക്ക് ഔട്ട്സൈഡ് ദ റൂമിന്റെ പുറത്തേക്കൊന്നും പോകാതെ പേഷ്യന്റിന്റെ മൂവ്മെന്റ് പരിമിതപ്പെടുത്തണം. ഓക്കെ, 3 കാര്യങ്ങളെ പറയുന്നത് ഏകദേശം കുറെയൊക്കെ ഒരുപോലെ ഉള്ളതൊക്കെ തന്നെയാണ്. ഓക്കെ, additional precautions, airborne precautions, droplet precautions, contact precautions. ഇത് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അഥവാ ഈ സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ പ്രിക്കോഷൻസിൽ വരുന്ന ഏതൊക്കെയാണെന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എയർബോൺ പ്രിക്കോഷൻ വരുന്നുണ്ട്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് വരുന്നുണ്ട്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് വരുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്തത് 7ാമത്തെ ആന്റി മൈക്രോബിയൽ സർഫസ്. ആന്റി മൈക്രോബിയൽ സർഫസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സർഫസുകളെല്ലാം എന്താണ്, ജെയിം ഫ്രീ ആക്കണം. നല്ല നീറ്റ് ആക്കി സാനിറ്റൈസ് ഒക്കെ ചെയ്ത് നല്ല ജെയിം ഫ്രീ ആക്കണം. അതാണ് ആന്റി മൈക്രോബിയൽ സർഫസ്. ഓക്കെ, ടച്ച് സർഫസ് നോർമലി ഫൗണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ റൂം സച്ചാസ്. ഏതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ റൂംസിലുള്ള ടച്ച് സർഫസ്, നമ്മുടെ പ്രതലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള. സച്ചാസ് ബെഡ് റെയിൽ, ഏതാ ബെഡിന്റെ കൈപ്പിടി. പേഷ്യൻസ് ഒക്കെ കിടക്കുമ്പോൾ 2 സൈഡിലേക്കൊക്കെ വീഴാതിരിക്കാൻ അതിന്റെ കൈപ്പിടി വെക്കില്ലേ, ബെഡ് റെയിൽ. ബെഡ് റെയിലുകള്, കോൾ ബട്ടൺ. നേഴ്സിനെയൊക്കെ വിളിക്കാൻ കണ്ടിട്ടില്ലേ, ഓരോ ബെഡിന്റെ മുകളിലായിട്ട് കോൾ ബട്ടൺ, കോൾ ചെയ്യാനുള്ള ബട്ടൺ, അതൊരു സർഫസ് ആണ്. പിന്നെ ടച്ച് പ്ലേറ്റ്, പ്ലേറ്റുകള്, ചെയേഴ്സ്, ഡോർ ഹാൻഡിൽ, ഡോറിന്റെ ഹാൻഡില്, ലൈറ്റ് സ്വിച്ചസ്, ലൈറ്റിന്റെ സ്വിച്ചുകള്, ഗ്രാബ് റെയിൽ. ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയാ, നമ്മൾ സപ്പോർട്ടിന് വേണ്ടി പിടിക്കൂലേ പേഷ്യന്റ്, ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, എല്ലിനൊക്കെ എന്തെങ്കിലും പൊട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു കൈപ്പിടിയില്ലേ, നമ്മുടെ ബാലൻസ് നിർത്താൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്തവര് നമ്മള് എന്താ നടക്കാൻ, അവര് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈപ്പിടി, കൈ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്, അതാണ് ഗ്രാബ് റെയിൽ. വോക്കിംഗ് സ്റ്റിക്ക്. എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നതാണ് അവരുടെ ബാലൻസ് നിലനിർത്താനായിട്ട് കേട്ടോ. കൈപ്പിടി, ഗ്രാബ് റെയിൽ. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ഇൻട്രാവീനസ് പോൾ, IV പോൾസ്. എന്താ IV പോള്, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റാൻഡില്ലേ, അതെ IV പോൾസ്, ഇൻട്രാവീനസ് പോൾസ്. അതിന്റെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. IV പോൾ എന്താന്ന് ചോദിക്കാം. ഇൻട്രാവീനസ് പോൾസ്, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന ആ സ്റ്റാൻഡ്. പിന്നെ ഡിസ്പെൻസറീസ്, ഏതൊക്കെ, ആൽക്കഹോൾ ജെല്ല്, പേപ്പർ ടവല്, സോപ്പ്, ഇതൊക്കെ. ആൻഡ് ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് കൗണ്ടേഴ്സ് ആൻഡ് ടേബിൾ ടോപ്സ് ആർ നോൺ ടു ബി കണ്ടാമിനേറ്റഡ്. അപ്പൊ ഇത്രയും ആ ഏരിയകള് ാണ് ഹൈ ടച്ച് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഹൈ ടച്ച് സർഫസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലുള്ള റൂമില് ഇത്രയും നമ്മളിപ്പോ പറഞ്ഞ ഈ ഏരിയകളെല്ലാം എന്താ ഒരു കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉള്ളതാണ് അല്ലെ. ഇവിടെയൊക്കെ ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ വന്ന് പിടിച്ചു, സ്വിച്ച് ഇട്ടു, നമ്മൾ ആ സ്വിച്ചിൽ നമ്മൾ പോയി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം അല്ലെ. അപ്പൊ അങ്ങനെ ഡോറിലെ ഹാൻഡിൽ അവരെ തുറന്നപ്പോ ആ കൈപ്പിടിയിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, അത് ബെഡിന്റെ ബെഡ് റെയിൽസ് ഇവിടെയൊക്കെ പിടിക്കുമ്പോഴും ഇതെല്ലാം എന്താ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉള്ള സർഫസുകളാണ്. ഹെൻസ് അതുകൊണ്ട് എന്ത് ചെയ്യണം, ഹെൻസ് ടച്ച് സർഫസ് ഇൻ ഹോസ്പിറ്റൽ റൂംസ് ക്യാൻ ആക്ട് ആസ് സോഴ്സ് ഓർ റിസർവെയർ ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം the hands of healthcare workers and visitors to patients. കണ്ടോ, അപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം എന്താ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് ആണ് ശരിക്കും. ഈ സർഫസ് എന്ന് പറഞ്ഞത് ഈ എന്താ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സോഴ്സ് ആണ്. അപ്പൊ സോഴ്സ് ഓഫ് റിസർവെയർ for the spread of bacteria from hands of healthcare workers and visitors. അപ്പൊ ഇങ്ങനെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും വിസിറ്റേഴ്സിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് നമുക്ക് പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സോഴ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. സോ എന്ത് ചെയ്യണം, നമ്മള് കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഈ സർഫസ് എല്ലാം എന്താക്കണം, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം, ജെയിം ഫ്രീ ആക്കണം. അതായത് അപ്പൊ അവിടെ നമ്മൾ സാനിറ്റൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നല്ല നീറ്റാക്കി വെക്കണം. ഇതെല്ലാം ഈ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ ഒരു സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇപ്പൊ ഓരോ വിസിറ്റർ നമ്മൾ കാണാൻ വന്നു, അവര് നമ്മുടെ ബെഡിന്റെ സൈഡിൽ കൈപ്പിടിയിൽ പിടിച്ചു, ബെഡ് റെയിൽ പിടിച്ചു,
ഇപ്പൊ നമ്മൾ ആ പേഷ്യന്റ് അവിടെ ടച്ച് ചെയ്താ അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ നമുക്ക് ആ ബെഡ് ട്രെയിനിൽ കൂടെ അതൊരു റിസർവെയർ ആണ്, നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ളൊരു സോഴ്സ് അല്ലെങ്കിൽ റിസർവെയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ സർഫസുകൾ ഈ പറഞ്ഞ എല്ലാവരും എന്താക്കി വെക്കണം, നമ്മള് ഫ്രീ ആക്കണം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം, കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. ഓക്കെ, അതിനകത്ത് നമുക്ക് ചോദിക്കാം IV പോൾ ചോദിക്കാം കേട്ടോ, ഇൻട്രാവീനസ് പോൾസ്, പിന്നെ അതിനകത്ത് ടച്ച് സർഫസുകൾ ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാണെന്ന്. ഇനി അടുത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പേരിൽ നിന്ന് തന്നെ അറിയാം എന്തായിരിക്കും ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം. എന്തായിരിക്കും ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ എന്തായിരിക്കും? നമ്മൾ ഓരോ കമ്മിറ്റികൾ രൂപീകരിക്കും അല്ലെ? എന്തിനാണ് ഈ കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്തിനു വേണ്ടിയാ? മുൻകരുതൽ എടുക്കാൻ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ അല്ലെ? ഇൻഫെക്ഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, വെരി ഗുഡ്. ഇൻഫെക്ഷൻ വരുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ? ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലിയബിൾ. ലിയബിൾ എന്ന് പറഞ്ഞാൽ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ട്, ബാധ്യതയുള്ളതുണ്ട്. ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഇറ്റ്സ് മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് ഒരു എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേഷ്യന്റിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ? ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഒരു പേഷ്യന്റിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഒക്കെയാണ് ഇതില് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നതിനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും. നമുക്ക് ഇവിടെ എന്താക്കാം, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അത് മോണിറ്റർ ചെയ്യുക, അത് നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും റിസർച്ച്, എഡ്യൂക്കേഷൻ എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ പരിപാലിക്കുക എന്നുള്ളത്. പരിപാലിക്കുന്നതിനും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ സ്ഥാപിക്കുക. അപ്പൊ അതൊക്കെ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഒക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് എന്തുണ്ട്? ബാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞ് ഇത്രേ ഉള്ളൂ. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക അല്ലെ? സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ, തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഇൻഫെക്ഷനെ മോണിറ്റർ ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യാന്, റിസർച്ച്, എഡ്യൂക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് പല എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകളും സംഘടിപ്പിക്കാം. എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നതിനും ഒക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ആരൊക്കെയാ വരുന്നതെന്ന് നോക്കി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ വരുന്നുണ്ട്, മെമ്പർ സെക്രട്ടറി വരുന്നുണ്ട്, മെമ്പേഴ്സ് വരുന്നുണ്ട്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, പിന്നെ സപ്പോർട്ട് സർവീസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും പേര് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അവിടെ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരെല്ലാം? ഓക്കെ, ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, സപ്പോർട്ട് സർവീസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഓക്കെ, ഇനി അതിനകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാ? ചെയർപേഴ്സൺ ആണ് അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ ഹെഡ് ആരാണ്? ചെയർപേഴ്സൺ. അതും എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ.
head of the institute, who is the head of infection control committee. ആരാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്? ഹെഡ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ്. ചെയർപേഴ്സൺ. ദെൻ അതിന്റെ കീഴിലാണ് മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കണം. സീനിയർ മൈക്രോബയോളജിസ്റ്റ്. സീനിയർ മൈക്രോബയോളജിസ്റ്റ്. പിന്നെ മെമ്പേഴ്സ്, അതിലെ മെമ്പേഴ്സ് ആരാണ്? റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് മെമ്പേഴ്സ്. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ മെമ്പേഴ്സ്. റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ആ ഹോസ്പിറ്റൽ ഭരണത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളായിരിക്കും മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിനോട് റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, ഹോസ്പിറ്റലിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആളുകൾ, അതാണ് റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. പ്രശസ്തമായ ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ. പിന്നെ അതിന്റെ സപ്പോർട്ട് സർവീസുകൾ ഉണ്ട്, അതും ചോദിക്കാം. ഏതൊക്കെയാണ് സപ്പോർട്ട് സർവീസിൽ വരുന്നത് എന്നുള്ളത്? ഓപ്പറേഷൻ തിയേറ്റർ, CSSD, ഏതാണ്? വിസിറ്റേഴ്സ് ആണോ എന്നാണോ? റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞതാണോ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അത് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. പുറമേ നിന്നുള്ളവരല്ല, ഹോസ്പിറ്റലുമായിട്ട്. ഇപ്പൊ നമ്മള് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് റെപ്രസെന്റ് ചെയ്യുന്നവരായിരിക്കും. റിലവന്റ് ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആയിട്ട് വിസിറ്റേഴ്സ് തന്നെ ആണെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ആരെല്ലാം. അപ്പൊ നമ്മളിപ്പോ ഒരു സ്കൂളിലാണെങ്കിലും കമ്മിറ്റിയിൽ നമ്മൾ ചേർക്കാന്ന് പറഞ്ഞാൽ അതുമായിട്ട് കുറച്ചൊക്കെ ഒരു ബന്ധമുള്ള ആളുകൾ വേണമല്ലോ. ഒരു ബന്ധമില്ലാത്ത ആളുകളെ നമുക്ക് അതിലേക്ക് മെമ്പറായിട്ട് അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതുമായിട്ട് കുറച്ച് ബന്ധമുള്ള കുറച്ച് ആളുകൾ. മൈക്രോബയോളജി ഒക്കെ ആയിട്ട് കുറച്ച് ഇതൊക്കെ എന്താ പറയാ കണക്ഷനുള്ള ആളുകളൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, ഇതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ സപ്പോർട്ട് സർവീസ് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ ഓർ CSSD, ദെൻ ഹൗസ് കീപ്പിംഗ് സർവീസ് വരാം. ഇതൊക്കെ ക്ലീൻനെസ് കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ. ഹൗസ് കീപ്പിംഗ് സർവീസ് ഓർ സാനിറ്റേഷൻ, അല്ലെങ്കിൽ സാനിറ്റേഷൻ എഞ്ചിനീയറിംഗ് വരാം, ഫാർമക്കോളജിസ്റ്റ് വരാം, സ്റ്റോർ ഓഫീസർ വരാം, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്. ഇതെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്. ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതിൽ വരാം ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ CSSD. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്. പിന്നെ അടുത്ത ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ട്. ഇത്രയും അതിനകത്ത് വരുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും. പിന്നെ അത് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരല്ല എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇല്ല. പിന്നെ അതിനകത്ത് സപ്പോർട്ട് സർവീസിൽ വരുന്നത് ഏതൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. ഇത് എടുത്തൊരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ സപ്പോർട്ട് സർവീസിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സുകൾ അതിനകത്ത് വരാമെന്ന്. ഓപ്പറേഷൻ തിയേറ്റർ വരാം, CSSD വരാം, ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ സാനിറ്റേഷൻ വരാം, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ. ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, ഇവരുടെ റോൾ എന്താണ്, ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് എന്താ, നമ്മുടെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അല്ലെ, അത് അവർക്കിടെ ഇതിനകത്ത് വരികയാണ്. നമുക്ക് പേരിൽ നിന്ന് തന്നെ അറിയാം, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആണ് അവർക്കുടെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലേബിൾ ഫോർ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന് ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾക്കാ?
നോക്കിയേ, ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ ആൻഡ് ഇഫക്റ്റീവ് പ്രോഗ്രാം. എന്താ ഫലപ്രദമായിട്ടുള്ള, എഫക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ, ഫലപ്രദമായ ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുക, ഓവർസീസ്, അതിന് മേൽനോട്ടം വഹിക്കുക, കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയും ഏകോപിപ്പിക്കുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. എന്തിനു വേണ്ടിയാ? ടു എൻഷുർ ആൻഡ് ഇഫക്റ്റീവ് പ്രോഗ്രാം, നല്ലൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയും ഏകോപിപ്പിക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. രണ്ടാമത് നോക്കിയേ, ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. എന്താ എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞ? എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞ സാംക്രമിക രോഗശാസ്ത്രം. എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം, സാംക്രമിക രോഗശാസ്ത്രം ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. എന്ത് സംഘടിപ്പിക്കണം? എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണം. എന്തുമായിട്ടാ? ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക. അതായത് നമുക്കിവിടെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് നമുക്ക് എങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ അതിനകത്ത് അതിന്റെ രോഗങ്ങൾ ഏത് രീതിയിലൂടെയൊക്കെ വരാം, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം, വരാതിരിക്കാൻ എന്തൊക്കെ നോക്കാം, അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട അതിനെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അപ്പൊ അതിന് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. ഇത് ഫുള്ള് ഓക്കെ, ബോധവൽക്കരണം കൊടുക്കാം, ശരിയാണ്. അപ്പൊ നമ്മൾ ഇത് ഫുള്ള് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണ്ട കേട്ടോ. ഇത് ഏകദേശം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളിൽ വരുന്നത്. അങ്ങനെ ഉള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്ത് നോക്കി, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം, സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന്. ഫാർമസിയിൽ അതിന്റെ മരുന്നുകൾ കാര്യങ്ങളല്ലേ, ഇൻഫെക്ഷന്റെ വരാതിരിക്കാൻ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്, അപ്പൊ അങ്ങനെ അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതിനൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫാർമസി ആയിട്ട് സഹകരിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് അതിനെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാൻ ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. Participate with the pharmacy to develop program, supervise the use of anti-infection drugs. പിന്നെ നാലാമത്തെ പോയിന്റ് നോക്കി, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. എന്താ പറഞ്ഞേക്കുന്നത്? രോഗി പരിചരണ രീതികള് എന്തിനാ? പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളിങ്ങനെ പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്ത് വേണം? ഈ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യണം? അപകട സാധ്യത എന്ത് ചെയ്യണം? കുറയോ കൂടും? എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള നമ്മള് പ്രോഗ്രാംസുകൾ നമ്മൾ സംഘടിപ്പിക്കുക, ആളുകളിലേക്ക് കുറെ അവയർനെസ് കൊടുക്കുക, അവർക്ക് കുറെ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുക. ഓക്കെ, വെരി ഗുഡ്. കുറയണം അല്ലെ? അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് നമുക്ക് കിട്ടുമ്പോഴും നമ്മൾ സൂക്ഷിക്കും, ശ്രദ്ധിക്കും, ഇത് രീതിയിലൂടെയൊക്കെ വരാം, അപ്പൊ ഇന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടണതിന്റെ അനുസരിച്ച് നമുക്കത് ആ പേഷ്യന്റിന്റെ റിസ്ക് എന്ത് വേണം? കുറയണം. അതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെയുള്ള രോഗി പരിചരണ രീതികള്
അത് ആ പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും പേഷ്യന്റ് റിസ്ക് കുറയണം, അവർക്ക് വേറെ ഇനിയും ആളുകൾക്ക് കൂടുതൽ വരാൻ പാടില്ല അല്ലെ. അപ്പൊ ആ ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതും ഒക്കെ എന്ത് ചെയ്യണം, അവിടെ കുറയണം. ഓക്കെ, അവയർനെസ് കിട്ടുന്തോറും ഇൻഫെക്ഷനൊക്കെ എന്ത് ചെയ്യണം, അതിന്റെയൊക്കെ ട്രാൻസ്മിഷനൊക്കെ അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ എണ്ണമൊക്കെ കുറയണം. അത് രണ്ടും ഈക്വൽ ആണ്, അപ്രോപ്രിയേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് മെത്തേഡ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എഫിഷ്യൻസി ഓഫ് സിസ്റ്റം. Efficient method of disinfection and sterilization. അപ്പോൾ ഡിസിൻഫെക്ഷൻ എന്ന് വെച്ചാൽ അണുനശീകരണം നടത്തുക എന്നുള്ളത്. സ്റ്റെറിലൈസേഷൻ ഡിസിൻഫെക്ഷൻ മെത്തേഡുകളുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. അത് കാര്യക്ഷമമായിട്ടാണോ ചെയ്യുന്നത്, അതിന്റെ എത്രത്തോളം അതിന്റെ കാര്യക്ഷമതയുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അതിന്റെ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ, അതിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. ആൻഡ് the efficiency of system, ആ ഒരു സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്തത് ആറാമത്തെ പോയിന്റില് ഡെവലപ്പ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ്, taking part in development and the provision of teaching program for medical, nursing and associated health personnel as well as other category of staff. എന്താ പറഞ്ഞേക്കുന്നത്, അപ്പോ ഈ ഹോസ്പിറ്റലില് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ, നോസോഫോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ നമുക്ക് മെഡിക്കൽ കുട്ടികളിലെ മെഡിക്കൽ സ്റ്റുഡൻസ്, നേഴ്സിംഗിനുള്ള സ്റ്റുഡൻസ്, അത് അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായിട്ട് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥര്, മറ്റുള്ള കാറ്റഗറിയിലുള്ള സ്റ്റാഫ്, അവർക്കിടയൊക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെഡിക്കലായിട്ട് അവർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ ക്ലീൻനെസിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് കാര്യങ്ങള്, നോസോകോമിയൽ ഇൻഫെക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, അതില് ഉൾപ്പെടുത്തണം. അവർക്കുടെ ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കും കൂടിയും നല്ല ഒരു ടീച്ചിങ്, അത് ആ ഒരു ഫീൽഡിലും കൂടി അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവര് കുറച്ചുകൂടി ശ്രദ്ധിക്കും. അപ്പൊ ഹോസ്പിറ്റൽ പേഴ്സണൽസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറെയൊക്കെ അതുമൂലം ഒഴിവാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞേക്കുന്നത് മെഡിക്കൽ, നേഴ്സിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ്, മറ്റുള്ള കാറ്റഗറിയിലുള്ള സ്റ്റാഫുകള്, ഇവർക്കിടെയൊക്കെ ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം എന്ത്, ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് പഠിത്തത്തിന്റെ ഒപ്പം തന്നെ ഇതും കൂടി അവർക്ക് പറയണം, അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഒരു വിദഗ്ധ വിശകലനവും ഒരു ലീഡർഷിപ്പ് അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നേതൃത്വ സഹായവും നൽകുക. ഓക്കെ, provide expert analysis and leadership assistance for smaller institution. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കൊക്കെ ഒരു ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, ഒരു നേതൃത്വ സഹായവും വിദഗ്ധ വിശകലനവും ഒക്കെ കൊടുക്കാതെ പ്രൊവൈഡ് ചെയ്യുക, നൽകുക. അപ്പൊ ഇത്രയും 7 പോയിന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏകദേശം എന്തായാലും ഈ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, എല്ലാ ഇൻഫെക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്, പോയിന്റിന്റെ ഉള്ളിലുണ്ട് ഇത്. അപ്പൊ അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളുകളിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഒരു 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുവേ. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞ സാംക്രമിക രോഗശാസ്ത്രം is the study and analysis of distribution pattern and determinants of health and disease condition in a defined population. അതാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ് സാംക്രമിക രോഗശാസ്ത്രം എന്ന്. ഡെഫിനിഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല, ഡെഫിനിഷൻ ആയിട്ടൊന്നും ചോദിക്കൂല, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി.
അത് വേണോ? എപ്പിഡെമിയോളജി എന്താണെന്ന് എഴുതണോ? വേണ്ട. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എക്സ്ട്രാ വെറുതെ വാരി പഠിച്ച് ഇത് തരാത്തത്. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിനകത്ത് നിങ്ങൾക്കറിയാലോ, എക്സാമിന് എന്തായാലും നമ്മുടെ പ്രിന്റഡ് നോട്ട് ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് മിക്കവാറും പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഉൾപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത്. അതാണ് പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ നോട്ട് ചെയ്തിടാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്തും നമുക്ക് ഫോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എക്സ്ട്രാ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ അറിയണമെങ്കിലൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ മതി. വാട്ട് ഈസ് എപ്പിഡെമിയോളജി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് നോട്ട് വലിച്ചു വാരി എഴുതി നിങ്ങൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു പോകണ്ട്. പിന്നെ അത്ര അത്യാവശ്യമുള്ളത് മാത്രം ഒന്ന് നോട്ട് ചെയ്തെടുക്കാനുള്ള സമയം തരുന്നുണ്ട്. ഒരുപാട് ഡെഫിനിഷൻ ഒന്നും എക്സാമിൽ എന്തായാലും ചോദിക്കില്ല. അതൊക്കെ നമുക്ക് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്താ എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ? സാംക്രമിക രോഗശാസ്ത്രം. അത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു വേർഡ് നാളെ കാണുമ്പോഴും എന്താന്ന് ഫിഫ്ത് പോയിന്റ് പറയാട്ടോ. അപ്പോ നമുക്ക് എന്താ പറയാ, ഇതിനി ഒന്ന് നമുക്ക് പിന്നീട് കാണുമ്പോഴും എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഡെഫിനിഷൻ ചോദിക്കില്ല വെച്ചാൽ നമുക്ക് ഓൺലി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 4 ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് അതിനകത്ത് ഉണ്ടാവും. കറക്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ ഒരു കുട്ടി 5ാമത്തെ പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഇല്ലേ, പല രീതിയിലാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുക. അപ്പൊ അതിന്റെയൊക്കെ ഒരു കാര്യക്ഷമത ചെക്ക് ചെയ്യണത്, അതായത് പ്രോപ്പർ ആയിട്ടല്ലേ അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, അത് ഡിസിൻഫെക്ഷൻ നടത്തുന്നത്. അപ്പൊ അതിന്റെ കാര്യക്ഷമത ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അത് നമ്മൾ പറഞ്ഞില്ലേ, ഇൻഫെക്ഷൻ ഒക്കെ കൺട്രോൾ. എന്തിനാ നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുന്നത്? ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ ആണെങ്കിലും ഒക്കെ എല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നത് CSSD നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യുന്നത് എന്തിനാ? ഇൻഫെക്ഷനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുന്നത്, നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ മെത്തേഡ്, സ്റ്റെറിലൈസേഷൻ ഡിസിൻഫെക്ഷന്റെ ഒക്കെ മെത്തേഡ് എന്ത് ചെയ്യുക, ആ മെത്തേഡിന്റെ എഫിഷ്യൻസി കറക്റ്റ് ആയിട്ടാണോ, നല്ല രീതിയിൽ തന്നെയൊക്കെ ആണോ എന്നുള്ളത് അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് സിസ്റ്റം, ആ ഒരു സ്റ്റെറിലൈസേഷന്റെ അതിന്റെ ഒരു എഫിഷ്യൻസി, കാര്യക്ഷമതയും നോക്കുക. ആ മെത്തേഡും നോക്കണം, അതുപോലെ അതിന്റെ കാര്യക്ഷമത, ആ ഒരു സിസ്റ്റം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ഒരു എഫിഷ്യൻസി, ആ സിസ്റ്റത്തിന്റെ എന്ത് നോക്കുക, കാര്യക്ഷമത നോക്കുക. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യാനെടുക്കുന്ന ഇത് ആണെങ്കിൽ ഇപ്പൊ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ ലെയർ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന്റെ മെത്തേഡുകൾ നോക്കുക. അതിനകത്ത് പർട്ടിക്കുലർ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. 121 ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് അതും ചെക്ക് ചെയ്യണം. ആ പ്രോസസ്സ് അല്ലെങ്കിൽ ഓട്ടോക്ലേവിന്റെ ബേസ് ചെയ്തിട്ട് അതിന്റെ പ്രവർത്തന കാര്യങ്ങളും ഒക്കെ അതും ചെക്ക് ചെയ്യണം. ഓക്കെ, രണ്ടും നോക്കണം. നമ്മള് മെത്തേഡും നോക്കണം, അതിന്റെ ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ. ആ മെത്തേഡ് നോക്കണം, പിന്നെ ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി നോക്കണം. കാര്യക്ഷമതയും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഏകദേശം നമുക്ക് അറിയാൻ കുറെയൊക്കെ അറിയാം അല്ലെ. കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. 1ാമത്തെ പോയിന്റില് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, നമ്മള് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് അതൊക്കെ നമുക്കൊരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും ഏകോപിപ്പിക്കുകയും അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. പിന്നെ നോസോകോമിയൽ ഇൻഫെക്ഷൻ അതിനെ കുറിച്ചുള്ള കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എത്തിക്കുന്ന രീതിയിലുള്ള എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക. പിന്നെ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് അത് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു കെയർ കാര്യങ്ങളൊക്കെ, ആ അവയർനെസ് കാര്യങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് പേഷ്യന്റിന്റെ റിസ്ക് എന്ത് ചെയ്യണം, കുറയണം. അപ്പൊ അത് ഈക്വൽ ആണ്, അപ്രോപ്രിയേറ്റ് ലെവൽ പേഷ്യന്റ് അവന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അതിന്റെ എഫിഷ്യൻസിയും ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും ചെക്ക് ചെയ്യുക.
പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, മെഡിക്കൽ, നേഴ്സിംഗ്, അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽസ് ആൻഡ് മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകള് ഇവർക്കിടെ എല്ലാവർക്കിടെയും ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ഹോസ്പിറ്റൽ ക്ലീനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അതും കൂടി ഉൾപ്പെടുത്തണം. പിന്നെ അടുത്തത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നേതൃത്വ സഹായവും വിശദമായിട്ടുള്ള ഒരു വിശകലനമാണ് എക്സ്പെർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റന്റ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആരും ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട. നമുക്ക് ഏകദേശം ഒരു ഓർഡറിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതൊന്ന് ഏകദേശം വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അതൊന്ന് മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കുക. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് നമുക്ക് ഇവിടെ 9 പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. കണ്ടോ, 11 പിക്ചർ ഉണ്ട്. ഇതിപ്പോ പോയിന്റിന് പറഞ്ഞേക്കുന്ന എല്ലാരും പിക്ചറിൽ അങ്ങനെയല്ല കൊടുത്തേക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിലല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് രണ്ട് സെക്ഷൻ ആയിട്ടൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഈ 1, 2, 3 9 പോയിന്റ് ഉണ്ട്. അത് ഞാൻ പിക്ചറിൽ കറക്റ്റ് ആയിട്ട് ഞാനത് നമ്പർ ഇടാൻ പറയാം. അപ്പൊ നിങ്ങളൊന്ന് കറക്റ്റ് ആ പോയിന്റ് വൈസ് നോക്കിയിട്ട് ആ പിക്ചറിൽ ഒന്ന് നമ്പർ ഇട്ട് വെക്കുക. ഓക്കെ, പോയിന്റ് നോക്കിയിട്ട് ആ പോയിന്റിന് ചേരുന്ന പിക്ചർ ഏതാണെന്ന് വെച്ചാൽ അതിന് നമ്പർ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പോയിന്റ് വായിക്കുമ്പോൾ ആ പിക്ചർ നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇതിപ്പോ പോയിന്റിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, പിക്ചറിൽ വേറെയും കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ പോയിന്റ് നോക്കാം നമുക്ക്. 9 പോയിന്റ് അവിടെ തന്നേക്കുന്നത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്. ഇനി വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരാണെങ്കിൽ വീഡിയോ ഓൺ ആക്കിക്കോ, നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്ത് നോക്കാം. ഇതൊരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെയാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവില്ല. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സിന്റെ ആ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ നിങ്ങൾക്ക് നമ്മൾ കുറെ നേരമല്ലേ ക്ലാസ് കേട്ടിരിക്കണോ, ബോറടിക്കണല്ലേ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു പ്രാക്ടിക്കൽ പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പറ്റുന്ന ആളില് വീഡിയോ ഓൺ ആക്കി വെക്കാം. നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ആഡിക്വേറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആരാണ്? ഷഹാന ഷെറിൻ ആണോ? അശ്വതി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, നിങ്ങളും വേണമെങ്കിൽ അതൊന്ന് നമ്പർ ഇട്ട് വെച്ചോട്ടോ. 1, 2, 3, 9 9 പോയിന്റ് അത് കിടക്കുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ ആദ്യം കീർത്തി ഓരോരുത്തര് വീഡിയോ ഓൺ ആക്കി ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും നല്ല സുന്ദരികളൊക്കെ ആണല്ലോ. അത് നല്ല ക്ലാസ് വീട്ടിൽ തന്നെയാണ് ഇരിക്കണേ, ഓഫീസിൽ നിന്നോ ഇവിടെ കയറിയിരിക്കുന്നേ അറിയില്ല. എല്ലാവരും സുന്ദരികളാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഏകദേശം ക്ലാസ്സിൻ്റെതായ ഒരു രീതിക്ക് ഇരിക്കാം. വീട്ടിൽ തന്നെയാണെങ്കിലും നമുക്ക് എന്നാലേ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാം എന്നുള്ളൊരു ഇതുള്ളൂ. ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞത് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ബി ടേക്ക് ഇൻ യുവർ ഹാൻഡ്. അപ്പൊ നമ്മുടെ കൈ കഴുകാൻ ആവശ്യത്തിനുള്ള ഒരു സൊല്യൂഷൻ, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സോപ്പ് സൊല്യൂഷൻ ഇല്ലേ, അത് നമ്മൾ കൈകളിലേക്ക് എടുക്കാം. ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. പിള്ളേരൊക്കെ ഒരു ലിക്വിഡൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത് മുഴുവനും ഒരു കൈ കഴുകലിന് തീർക്കും അല്ലെ. ഹാൻഡ് വാഷ് ഒക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീട്ടില് അല്ലേ, അത് മുഴുവനും അങ്ങോട്ട് വെക്കാം. എന്നിട്ട് പതച്ച് നിറച്ച് സോപ്പിന്റെ ഇതായിരിക്കും. ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. നമുക്ക് കൈ കഴുകാനുള്ള ആവശ്യത്തിന് എടുത്താൽ മതി. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ബി ടേക്ക് ഇൻ യുവർ ഹാൻഡ്. നമ്മുടെ കൈകളിൽ നമുക്ക് കൈ കഴുകാൻ ആവശ്യത്തിനുള്ള സൊല്യൂഷൻ എടുക്കാം. അത് ഒന്നാമത്തെ പിക്ചർ തന്നെയാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, അവിടെ കാണിച്ചേക്കുന്ന കണ്ടില്ലേ, സൊല്യൂഷൻ എടുക്കണ കണ്ടില്ലേ. അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസ്. ആവശ്യത്തിന് നമ്മൾ അത് എടുക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, റബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. റബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. അത് പിക്ചറിൽ നമ്മുടെ 4 കിടക്കണം. അത് അവിടെ 2 ആക്കിപ്പോ. നിങ്ങൾ ആ ഓർഡർ അനുസരിച്ച് പോരെ. കണ്ടോ, പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ് എന്ന് പറഞ്ഞാലും ഇന്റർലോക്ക്ഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. എന്ത് ചെയ്യണം, സൊല്യൂഷൻ എടുത്ത് കയ്യിലെടുത്തിട്ട് നമ്മൾ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ റബ് ചെയ്യണം. പാം ടു പാം വിത്ത് നമ്മുടെ ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ കഴുകണം. കഴുകിയോ അശ്വതി? നമ്പർ ഇല്ലാത്ത പിക്ചറാണ് ഇത്. 4ാമത്തെ പിക്ചറാട്ടോ.
അവിടെ രണ്ടെന്ന് കിട്ടും നിങ്ങള്. നമുക്കപ്പോ ഒരു ഓർഡർ കിട്ടൂലോ. അല്ലെങ്കിൽ പിന്നെ ഇത് വായിക്കും. എന്നിട്ട് നമുക്ക് പിക്ചറിലുള്ളത് ഞാൻ പറയാം. ഓക്കെ, എന്നിട്ട് പിക്ചറിൽ പറയാം നമുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ പോയിന്റ് ഒന്ന് ഓർഡർ ചെയ്യാം നമുക്ക് പിക്ചറിൽ. അതാകുമ്പോ നിങ്ങൾക്ക് പോയിന്റ് വായിക്കുമ്പോൾ എക്സാമിന് പഠിക്കണ്ട, അത് വേറെ എക്സാമിന് രീതിയിൽ ചോദിക്കില്ല. എന്നാലും നമ്മൾ വായിക്കുമ്പോൾ പോയിന്റ് നോക്കിയിട്ട് ആ പിക്ചറിൽ ഒന്ന് കറക്റ്റ് ഓർഡർ ഇടാം. അതായത് പിക്ചറിലെ 4 എന്നുള്ള നമ്പർ ഇല്ലേ, അവിടെ നിങ്ങൾ 2 കിട്ടും. നമ്മുടെ പോയിന്റിൽ രണ്ടാമത്തെ പോയിന്റ് ആ കാണിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ പോയിന്റ് ഒന്ന് വായിച്ചേ. പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. അത് നോക്കിയാൽ കണ്ടോ, 4ാമത്തെ പിക്ചർ കണ്ടോ, അവിടെ 2 ഇട്ടോ. അപ്പൊ അതിനകത്ത് പിക്ചർ കാണിക്കുന്നുണ്ട് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. കണ്ടോ, ഇന്റർലേസ്ഡ് എന്നാണ് അവിടെ. അത് കുഴപ്പമില്ല, ഇന്റർലേസ്ഡ് എന്ന് പറഞ്ഞാലും ഇന്റർലോക്ക്ഡ് എന്ന് പറഞ്ഞാലും ഒക്കെ ശരിയാണ്. പരസ്പരം ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കഴുകിയില്ലല്ലോ അശ്വതി, കഴുകിയില്ലല്ലോ അശ്വതി, പേന പിടിച്ചോണ്ടിരിക്കണ്ട്. കഴുകിയില്ലേ? ഓക്കെ. ഷഹ്മ എന്നാണോ? ഷഹ്മ ഷെറിൻ. ഒന്നാമത്തെ ഒന്ന് പറയാമോ? ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ പോയിന്റിലല്ലേ, ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്ന ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ബി ടേക്ക് ഇൻ യുവർ ഹാൻഡ്. നമ്മുടെ കൈകളിൽ ആവശ്യത്തിന് സൊല്യൂഷൻ എടുക്കാൻ അത് ഒന്ന് തന്നെ കിടന്നോട്ടെ. പിക്ചറിൽ ഒന്ന് സൊല്യൂഷൻ എടുക്കണേയല്ല കാണിക്കണത്, അത് കറക്റ്റ് ആണ്. നമ്മുടെ പോയിന്റില് ഒന്നാമത്തെയാണ് പിക്ചറിൽ ഒന്നെന്ന് കിടക്കണത്, അത് അങ്ങനെ കിടന്നോട്ടെ, ശരിയാണ്. ഞാൻ പിന്നെ പിക്ചർ പറയാം കേട്ടോ. പിക്ചർ ഞാൻ പിന്നെ പറയാം. ഇത് നമ്മൾ ആ പോയിന്റ് ഒന്ന് ഓർഡർ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ പരസ്പരം ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കഴുകാം. പാം ടു പാം ഇങ്ങനെ കഴുകാം. അത് നമ്മുടെ പിക്ചറിൽ എത്രയാ 4 എന്നുള്ളടത്ത് നിങ്ങളൊന്ന് 2 നോട്ട് ചെയ്ത് വെച്ചോ. 2. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കി. റബ് ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഒപ്പോസിംഗ് പാംസ് വിത്ത് ഇന്റർലേസ്ഡ്. കണ്ടോ, റബ് ബാക്ക് ഓഫ് ഫിംഗേഴ്സ്. അത് നമ്മുടെ പിക്ചറിൽ 5ാമത്തെ കിടക്കണേ. കണ്ടോ, ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഒപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. അത് 3 എഴുതിക്കോ നിങ്ങൾ ആ പിക്ചറിൽ. അത് 5 എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ 3 ആക്കിക്കോ. നമ്മൾ ഓർഡർ ചെയ്യാട്ടോ, ആ പോയിന്റ് ഓർഡർ ചെയ്യുന്നതാണ് ഇത്. 3 3 എഴുതുക. 5 മാറ്റി അവിടെ 3 എഴുതുക. എങ്ങനെയാ ചെയ്തേക്കണ കണ്ട എല്ലാവരും? എങ്ങനെയാ? ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം. ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് കൈ മറിഞ്ഞായിരിക്കണം. കണ്ടോ, ഈ രീതിയിൽ. അതുപോലെ തിരിച്ചും ചെയ്യാം നമുക്ക്. കണ്ടോ, 2 കൈയും ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. കണ്ടോ, ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഇന്റർലേസ്ഡ്. ഇനി അടുത്ത് നോക്കിയേ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്ഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. റൊട്ടേഷണൽ റബ്ബിംഗ് അത് നോക്കിയേ. നമ്മുടെ പിക്ചറിൽ 6 എന്നുള്ളത് 4 ആക്കാം. ഇനി ആ പിക്ചർ നോക്കാം. 6 എന്നുള്ളത് നിങ്ങൾ പോയിന്റിൽ 4ാമത്തെ പോയിന്റാ പറഞ്ഞേക്കണേ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്ഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. എങ്ങനെയാ ചെയ്യണ്ടേ? കണ്ടോ, തമ്പാണ്. തമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ ചെയ്യണതാണ് അല്ലെ, എല്ലാവരും ചെയ്തിട്ടുള്ളതുമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ ഇപ്പുറ കൈയും തിരിച്ചിങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മുടെ തമ്പില് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴുകുക. ഓക്കെ. റൊട്ടേഷണൽ, റൊട്ടേറ്റ് ചെയ്യുക അങ്ങനെ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തമ്പ് ക്ലബ്സ്ഡ് ഇൻ റൈറ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. 5ാമത്തെ പോയിന്റ് നോക്കിയേ. ഇനി 5ാമത്തെ എന്താ പറഞ്ഞേക്കണേ നോക്കിയേ. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും. Okay, with the clasped fingers of right hand in left palms and contravise. അതുപോലെ തന്നെ മറ്റതും ചെയ്യാന്നുള്ളത്, കോൺട്രിവൈസ് എന്നുള്ളത്. എങ്ങനെയാന്ന് നോക്കിയേ. ആ 7ാമത്തെ പിക്ചർ കണ്ടോ, അത് 5 എന്നാക്കുക. നമ്മുടെ പോയിന്റിൽ 5 ആണ് കേട്ടോ. 5 അവിടെ എങ്ങനെ കണ്ടത്? ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെച്ചേക്കണോ. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. കാരണം ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ തിരിക്കണം. കണ്ടോ, ഇങ്ങനെ. അത് ഇപ്പുറ കൈയും ഇങ്ങനെ എന്താ ചെയ്യാം. അപ്പൊ നമ്മള് ലെഫ്റ്റ് പാമില് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ചെയ്യുക. നേരെ തിരിച്ചും ഇങ്ങനെ ചെയ്യാം. ഓക്കെ. ഷഹ്മ ഷെറിൻ, എന്താണ് മുഖത്തൊരു സന്തോഷമില്ലാത്തെ? ഒരു ചിരിയൊക്കെ ആവട്ടെ. ഇവിടെ അല്ലേ ഞാൻ നിങ്ങളുടെ വീഡിയോ ഓണാക്കി കാണുള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്യണം, നമ്മള് ഇങ്ങനെ ചെയ്യാം. ഓക്കെ.
ഇനി അടുത്ത നോക്കിയേ. അപ്പൊ അത് നമ്മൾ 5ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞതാ. അപ്പൊ 7 എന്നുള്ളത് മാറ്റി നമ്മൾ അത് 5 ആക്കിയിട്ടുണ്ട് പോയിന്റ്. ഇനി നോക്കിയേ അടുത്ത റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷണലി. അത് അവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ റിസ്റ്റ് എന്ന് വെച്ചാൽ എന്റെ കൈത്തണ്ട കണ്ടോ, നമ്മുടെ കൈത്തണ്ട ഇങ്ങനെ കഴുകാൻ. റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷൻ. റിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈത്തണ്ട, കൈത്തണ്ട ഇങ്ങനെ കഴുകാം. ഇനി റബ്ബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ്. കണ്ടോ, നെയിൽസ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് കഴുകുക. എല്ലാവരും ചെയ്യാറുണ്ട് അല്ലെ? നല്ല ക്യൂടെക്സ് ഒക്കെ നെയിൽ പോളിഷ് ഒക്കെ ഇടാൻ നേരത്ത് നമ്മള് നഖമൊക്കെ നല്ല ബ്രഷ് ഒക്കെ ഉപയോഗിച്ച് നല്ല നീറ്റ് ആക്കിയിട്ട് നമ്മള് നെയിൽ പോളിഷ് ഒക്കെ ഇടൂലേ? എല്ലാവരും പോളിഷ് ഒക്കെ ഇടൂലേ? ഇത് പ്രത്യേകിച്ച് പറയണ്ട. അങ്ങനെ നെയിൽസ് നമ്മള് നല്ല സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകുക. പിന്നെ നോക്കിയേ, ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്തിട്ട് സോപ്പിന്റെ ഇതൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് കൈ കഴുകുക. ദെൻ അടുത്ത 9ാമത്തെ പോയിന്റ് എന്താ? ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് തറൗലി. പിന്നെ നമ്മൾ ഇത്രയും പാടുപെട്ട് ഇത്രയും സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞ് കൈയൊക്കെ നല്ല നീറ്റ് ആക്കിയിട്ട് പിന്നെയും ടാപ്പിൽ ചെന്ന് പിടിക്കാൻ പറ്റൂല നേരെ. അപ്പൊ നമ്മൾ എങ്ങനെ ടാപ്പ് ക്ലോസ് ചെയ്യണം? എൽബോ, നമ്മുടെ കൈമുട്ട് വെച്ചിട്ട് പതുക്കെ ടാപ്പ് ക്ലോസ് ചെയ്യുക. ആൻഡ് ഡ്രൈ ഹാൻഡ്സ് തറൗലി, നല്ല കർച്ചീഫ് ഒക്കെ വെച്ചിട്ട് കൈ നന്നായിട്ട് തുടയ്ക്കുക. അപ്പൊ ഇത്രയാണ് ആ സ്റ്റെപ്സ് വരുന്നത്. നിങ്ങൾക്ക് ആ ഓർഡർ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റില്ലേ, അത് 9 പോയിന്റ് ഉള്ളത് പിക്ചറിൽ 1ാമത്തെ 1 തന്നെ. ഓക്കെ, 4ാമത്തെ പോയിന്റ് ആണ് 2 എന്ന് ഇട്ടത്. പിക്ചർ ആയിട്ട് പറയണേ, പിക്ചറിൽ 4 നമ്മൾ 2 എന്ന് ഇട്ടത്. പിന്നെ 5ാമത്തെ ആണ് 3 എന്ന് ഇട്ടത്, പോയിന്റ് 3. പിന്നെ 6ാമത്തെ 4 എന്ന് ഇട്ടു, 6 എന്നുള്ളത് 4 ആക്കി. പിന്നെ 7 എന്നുള്ളത് 5 ആക്കി. ഓക്കെ, അപ്പൊ അത്രയാണ് അത് വന്നത്. പിന്നെ നമ്മൾ അടുത്തത് 6ാമത്തെ നമ്മൾ കൈത്തണ്ട് കഴുകാനാണ്. അത് പിക്ചറിൽ കാണിച്ചിട്ടില്ല. ഇനി പിക്ചറും കൂടി പെട്ടെന്ന് നോക്കിയേ. വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ, വെള്ളം ഉപയോഗിച്ചിട്ട് കൈ നനയ്ക്കുക. 1ാമത്തെ പിക്ചർ ആട്ടോ ഞാൻ പറയണേ. 0 to എത്ര പിക്ചർ ഉണ്ട്? 11 വരെ ഇല്ലേ? 11 വരെയുണ്ട്. അപ്പൊ 1ാമത്തെ പിക്ചറിൽ എന്താ 0 എന്നുള്ളതിൽ എന്താ എഴുതിയേക്കണേ? വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ, വെള്ളം ഉപയോഗിച്ച് കൈ ആദ്യം നനയ്ക്കണം. സോപ്പ് ആദ്യം എടുക്കരുത്. എന്ത് ചെയ്യണം? കൈ ഒന്ന് നനയ്ക്കുക. എന്നിട്ട് നോക്കിയേ, അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസ്. മൊത്തം സർഫസ് കവർ ചെയ്യാത്ത രീതിയിൽ നമ്മൾ ആവശ്യത്തിനുള്ള സോപ്പ് എടുക്കുക. റബ് ഹാൻഡ്സ് പാം ടു പാം. എന്നിട്ട് എന്താ പറഞ്ഞേക്കണേ? സോപ്പ് എടുത്തിട്ട് ഒന്നിങ്ങനെ വെറുതെ ഒന്നങ്ങനെ കഴുകാതെ പറഞ്ഞേക്കണേ. റബ്ബ് ചെയ്യാൻ, പാം ടു പാം, 2 പാമുകൾ തമ്മിൽ ഒന്നിങ്ങനെ റബ്ബ് ചെയ്യുക. പിന്നെ റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോസം with the interlaced fingers and vice versa. ഇത് നമ്മൾ പോയിന്റ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടോ? റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോർസം കണ്ടോ? ഇതിന്റെ മുകളിൽ വന്നിട്ട് ഈ കൈയുടെ മുകളിൽ ഇതിങ്ങനെ വരുന്ന രീതിയിൽ 2 കൈയും ചെയ്യുക. ഡോർസം എന്ന് പറഞ്ഞാൽ പുറന്നാട്ടോ, ആ കൈയുടെ പുറം ഇതിന്റെ മുകളിലേക്ക് വെക്കണം. ഇങ്ങനെ പാമ്പ്, ഈ പാമ്പ് എടുത്ത് ഈ മറ്റേ കൈയുടെ മുകളിലേക്ക് ഡോർസം പുറം ഭാഗം പുറത്തേക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ അടുത്ത പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്. ഫിംഗേഴ്സ് അത് നമ്മൾ പറഞ്ഞ ലോക്ക് ചെയ്യുന്ന രീതിയിൽ കഴുകുക. പിന്നെ ഇതും പറഞ്ഞതാണ്, ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. ദെൻ അടുത്തത് റൊട്ടേഷണൽ റബ്ബിംഗും പറഞ്ഞതാ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തമ്പ് ക്ലാസ്പ്ഡ് ഇൻ റൈറ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. പിന്നെ അടുത്ത് ഇതും പറഞ്ഞു, റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ഇങ്ങനെ 2 വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗേഴ്സ്, ഫിംഗർ ഇങ്ങനെ വെക്കാം. എന്നിട്ട് of right hand in left palm and vice versa. Rinse hands with water. എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുക. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? Dry thoroughly with a single, ഒരു ടവൽ ഉപയോഗിച്ച് തുടയ്ക്കുക. Then use a towel to turn off faucet. Faucet എന്ന് പറഞ്ഞാൽ ടാപ്പ് തന്നെയാട്ടോ. faucet ടാപ്പ് ഓഫ് ചെയ്യാന് നമ്മളെ വെച്ചതിന് പോയിന്റിൽ എൽബോ വെച്ചെന്നാ പറഞ്ഞ, കൈമുട്ട് വെച്ചിട്ട്. ഇവിടെ എന്താ പറഞ്ഞ? ആ ടവൽ ഉപയോഗിച്ചിട്ട് എന്താ ടാപ്പ് ഓഫ് ചെയ്യാൻ. യൂസ് ടവൽ ടു ടേൺ ഓഫ് ഫോസെറ്റ് ഓർ ടാപ്പ്. ആൻഡ് യുവർ ഹാൻഡ്സ് ആർ സേഫ്. നമ്മുടെ ഹാൻഡ്സ് സേഫ് ആയി. ഇത്രയും കാര്യം കഴിഞ്ഞപ്പോ ഓക്കെ. ഇതോടുകൂടി നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. 1 മിനിറ്റ് വൈകി. നെക്സ്റ്റ് മാം അവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ആ ഒരു ഹാൻഡ് വാഷിങ്ങോട് കൂടി നമ്മള് ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് നോട്ട് ഇല്ല. ലാസ്റ്റത്തെ ഇല്ലേ? നോട്ട് ഇല്ലേ നിങ്ങൾക്ക്?
ഇല്ല അല്ലെ. അതിനകത്ത് 9th 1 drive ഒന്ന് എഴുതുക പെട്ടെന്ന്, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുതാം. drive thoroughly, THOROUGHLY, drive thoroughly with a single SILGLE, drive thoroughly with a single എന്ന് പറഞ്ഞാൽ ടവൽ ഉപയോഗിച്ചിട്ട് ചെയ്യുക, ഡ്രൈ തുടയ്ക്കുക എന്നുള്ളത്. അടുത്തത് 10ാമത്തെ പിക്ചറിൽ യൂസ് ടവൽ to turn off, TURN, turn off, double OFF ആണ് കേട്ടോ, turn off, ഓഫ് ചെയ്യാന്നുള്ള, turn off, OFF, off faucet, FAUCET, faucet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് തന്നെയാണ് കേട്ടോ. faucet, FAUCET. then 11ാമത്തെ പിക്ചറിൽ എഴുതിയേക്കുന്നത് and your hands are safe, and your hands are safe. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആയിട്ട് വരാം. ഓക്കെ, അത് സർപ്രൈസ് ആയിരിക്കട്ടെ അല്ലെ, ഒരു ചാപ്റ്റർ എടുക്കണേന്ന് നിങ്ങൾക്ക് ഇഷ്ടാവും, നല്ല ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ നോക്കാം. ഓക്കെ, ബൈ.